കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ ഗോവിന്ദസ്വാമിക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആ ജയിലിൽ നിന്നും ചാടാൻ പറ്റില്ലെന്ന് പറയുകയാണ് നിലമ്പൂർ മുൻ MLA PV അൻവർ. വെറുതെ പറയുകയല്ല, പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഡെമോ ഉപയോഗിച്ചാണ് അദ്ദേഹം അത് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. 1.5 ഇഞ്ച് കനമുള്ള ജയിൽ കമ്പി ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിക്കാൻ കഴിയില്ല എന്നും പ്ലാസ്റ്റിക് ബാരലുകൾക്ക് മുകളിലൂടെ ജയിൽ ചാടിയെന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്നും അൻവർ പറയുന്നു. വിടവാങ്ങിയ സഖാവ് VS അച്യുതാനന്ദന്റെ ജനപ്രീതി മറച്ചുവെക്കാനും ആ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും പാർട്ടി നടത്തിയ ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടമെന്നാണ് അൻവർ ആരോപിക്കുന്നത്. രാത്രി 1:30 മണിക്ക് ജയിലിന്റെ കോമ്പൗണ്ടിൽ നിന്നും നാഷണൽ ഹൈവേയിൽ എത്തിയ ഗോവിന്ദസ്വാമി നേരം വെളുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും അന്യസംസ്ഥാന ലോറിയിൽ കയറി രക്ഷപ്പെടാത്തതും ചോദ്യമാണ്. ജയിൽ ചാടിയ സ്ഥലത്തു നിന്നും അരമണിക്കൂർ റെയിൽപാളം വഴി നടന്നാൽ റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ചേരാം. അവിടെ നിന്നും ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകാനായിരിക്കും സാധാരണ രീതിയിൽ ഇയാൾ ശ്രമിക്കുക. കാരണം വർഷങ്ങളോളം ട്രെയിനിൽ സഞ്ചരിച്ച് കവർച്ച നടത്തിയ പരിചയമുള്ള ആളാണ് ഗോവിന്ദസ്വാമിയെന്നും അൻവർ പറയുന്നു. എന്നാൽ ഗോവിന്ദസ്വാമിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചിട്ടില്ല. 4 സഹതടവുകാർക്ക് മാത്രമാണ് ഇയാൾ ജയിൽ ചാടുന്ന കാര്യം അറിയാം എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ ഈ വാദത്തെ പൊളിച്ചു കാണിക്കാൻ PV അൻവറിന്റെ ഉടമസ്ഥയുള്ള മഞ്ചേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹം ഈ ഡെമോ നടത്തിയത്. തന്റെ പാർട്ടിയുള്ള ഒരു പ്രവർത്തകനെ സെൻട്രൽ ജയിൽ മതിലിന് സമാനമായ ഉയരമുള്ള വലിയ ഒരു മതിലിന് മുകളിലേക്ക് കോണി ഉപയോഗിച്ച് കയറ്റിവിട്ടു. അതിനുശേഷമാണ് ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം അസാധ്യമാണെന്ന് ഓരോ കാരണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അൻവർ വിവരിച്ചത്. ഗോവിന്ദസ്വാമി പരസഹായത്തോടെയായിരുന്നു ജയിൽ ചാട്ടം നടത്തിയതെന്ന് സമർത്ഥിക്കാനായിരുന്നു അൻവറിന്റെ ഈ ഡെമോ പ്രകടനം. PV അൻവറിനെ ഒരുമാതിരി ആളുകളെല്ലാം ട്രോളിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുള്ളിക്കാരൻ കാണിക്കുന്ന ഈ ഡെമോ ജയിൽ ചാട്ടത്തിൽ അധികാരികൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ ഉണ്ടാകുമോ എന്നാണ് അന്വേഷിക്കുന്നത്. 3 വീപ്പകൾ അടുക്കി വെച്ച് അതിന്റെ മുകളിലേക്ക് ഒറ്റക്കൈയുള്ള ഒരാൾ ചാടി കയറുന്നത് തന്നെ നടക്കാത്ത കാര്യമാണ്. കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയല്ല മുകളിലേക്ക് ചാടി കയറുന്നത്. അൻവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ പോസ്റ്റിൽ പലരും പറയുന്നത് ഗോവിന്ദസ്വാമി ഗേറ്റ് തുറന്ന് തന്നെയാകും പുറത്തേക്ക് പോയതെന്നാണ്. അത് മാത്രമല്ല, CPMന്റെ പിന്തുണയുള്ള വമ്പൻ ക്രിമിനൽ സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. അവർ രാത്രി പുറത്തിറങ്ങി രാവിലെ തിരിച്ചെത്തുന്നതാണ് അവിടുത്തെ പതിവ്. അതുകൊണ്ട് കൂടിയാകാം ഗോവിന്ദസ്വാമി ജയിൽ ചാടിയെന്ന വിവരം നേരത്തെ പുറത്തു വരാതിരുന്നത്. ഈ VIP ക്രിമിനലുകൾ തിരിച്ച് ജയിലിൽ കയറിയതിനു ശേഷമാണ് ഗോവിന്ദസ്വാമിയുടെ വിവരം പുറത്തുവിട്ടതെന്നും പറയുന്നുണ്ട്. PV അൻവർ പറയുന്നത് ഈ ജയിൽ ചാട്ടം സഖാവ് VSനെ വിസ്മൃതിയിൽ തള്ളാനുള്ള 1-ാം നമ്പർ ഗൂഢാലോചന തന്നെ ആണെന്നാണ്. എന്നാൽ ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നും സഖാവ് അൻവർ പറയുന്നു. VS വിസ്മൃതിയിലാവും എന്ന് പകൽക്കിനാവ് കാണുന്നവർ എത്രമാത്രം വിഡ്ഢികളാണെന്നും അൻവർ ചോദിക്കുന്നുണ്ട്.